സാത്താൻ സങ്കീർത്തന ശുശ്രൂഷ ചെയ്യുന്നു. യേശുവിനെ പരീക്ഷിക്കുന്ന ഭാഗത്ത് നമ്മൾ അതാണ് കാണുന്നത്. യേശുവിൻ്റെ അടുക്ക്, വചനമായവൻ്റെ അടുക്ക് വചനമായിട്ട് വരാൻ അവൻ ധൈര്യം കാണിച്ചെങ്കിൽ നമ്മളോടൊക്കെ അവൻ്റെ ഇടപെടൽ എന്തായിരിക്കും? യേശുവിനെ വെട്ടിലിടാൻ നോക്കിയതാ. യേശുവിനെ ആലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തിയിട്ട് പറയുകയാണ്, സങ്കീർത്തനം 91 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചാടിക്കോ, നിന്റെ പാദം കല്ലിൽ തട്ടാതെ വണ്ണം ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ വഹിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ശരിക്കും എന്തിനാണ് ഇവനിത് പറഞ്ഞത്? യേശു കർത്താവ് ശുശ്രൂഷ പ്രാപിക്കാൻ പോവുക, ദൈവവേല ചെയ്യാൻ പോവുക. അവൻ ഈ സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കാൻ പോവുക. പിന്നീട് നമ്മൾ കാണുന്നു ഗദരദേശത്തിലെ ഭൂതങ്ങളൊക്കെ വന്ന് മുട്ടുകുത്തുക. ദൂരത്ത് കാണുമ്പോൾ തന്നെ പേടിച്ചു വന്ന് മുട്ടുകുത്തുക. അനേക ഭൂതങ്ങൾ നീ ദൈവപുത്രനെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോവുക. പാതാള ഗോപുരങ്ങൾ തകരുകയാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലൂടെ മിന്നൽ പോലെ സാത്താനെ നിലത്ത് വീഴ്ത്തിയതാണ്. ഇതൊക്കെ മുന്നമേ അറിഞ്ഞുകൊണ്ടാണ് ഇവൻ വരുന്നത് എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താൽ ഒരുത്തൻ ചുവട് വച്ചാൽ, അങ്ങനെ വചനത്താൽ ഒരുത്തൻ ചാടിയാൽ അത് തനിക്ക് ഭീഷണിയാണെന്ന് ഇവനറിയാം. അതിന് പകരം ആക്ഷരികമായ വാക്കുകൾ പറഞ്ഞിട്ട് ചാടിക്കാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ചാടണ്ടെന്നർത്ഥമില്ല. തീർച്ചയായിട്ടും ആക്ഷരികമായ വചനം കേട്ട് ചാടണ്ട, പക്ഷേ ആത്മാവിൽ ചാടണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. അരുളപ്പാടിനാൽ നിങ്ങൾ വാഴണം. സാഹചര്യങ്ങളെ ഭരിക്കണം. സാത്താൻ്റെ കയ്യിൽ നിന്ന് തിരികെ പിടിക്കണം. നഷ്ടപ്പെട്ടു പോയത്, മോഷ്ടിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ തിരികെ പിടിക്കണം. ആ ധൈര്യം നമ്മൾ കാണിക്കണം.